XARR ആണ് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ യൂസ് കേസ് ഉള്ള ഒരു റിട്ടേൺ കാൽക്കുലേഷൻ മെത്തേഡ്. അപ്പൊ അതിന്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങൾ നിക്ഷേപിക്കുക, ഇപ്പൊ നിങ്ങൾ സ്റ്റാഗേർഡ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ തവണകളായിട്ടായിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു മാസം ഇത്ര വെച്ചിട്ടിടുന്ന ഒരു പ്ലാൻ കാണും. അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് പൊട്ടുന്ന ടൈമിൽ നിങ്ങൾ സ്റ്റോക്കിലോ ബോണ്ടിലോ നിക്ഷേപിക്കാം, അല്ലെങ്കിൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാം. പിന്നെ വിഡ്രോളിന്റെ ടൈമിൽ നിങ്ങൾ സ്റ്റാഗേർഡ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ തവണകളായിട്ടായിരിക്കും. ഒറ്റത്തവണ എടുക്കുന്ന കേസസ് ചിലപ്പോൾ കുറവായിരിക്കും. അതായത് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് തന്നെ ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം നിങ്ങൾ ഒരു സമയത്ത് റെഡീം ചെയ്യാറുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള പല വ്യത്യസ്ത ക്യാഷ് ഫ്ലോസ് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോസും വിഡ്രോവൽ ക്യാഷ് ഫ്ലോസും സ്റ്റാഗേർഡ് ആയിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ തവണകളായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമും പറഞ്ഞ ഇൻവെസ്റ്റഡ് എമൗണ്ടും പല സമയങ്ങളായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു ആനുവൽ റിട്ടേൺ നമ്മൾ കണക്കുകൂട്ടുന്ന ഒരു മെട്രിക്കാണ് ഈ പറഞ്ഞ XARR. അപ്പോൾ ഈ XARR എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കാം? XARR കണ്ടുപിടിക്കാൻ ബേസിക്കലി നിങ്ങൾക്ക് ആപ്പാട് വേണ്ട ഒരു സ്പ്രെഡ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഷീറ്റോ അല്ലെങ്കിൽ എക്സൽ ഷീറ്റോ അതിൽ ഇൻബിൽറ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട് XARR എന്ന് വിളിക്കുന്ന. അപ്പൊ അതിൽ നമ്മൾ രണ്ടേ വേരിയബിൾ, അതായത് രണ്ടേ ഇൻപുട്സ്, നമ്മൾ ക്യാഷ് ഫ്ലോയുടെ ഇൻപുട്സ് ഒരു കോളത്തില്, പിന്നെ ഈ പറഞ്ഞ ക്യാഷ് ഫ്ലോ ഡേറ്റ്, നമ്മൾ ഏത് ഡേറ്റിലാണ് ഈ പറഞ്ഞ ക്യാഷ് ഫ്ലോ നടത്തുന്നത് എന്നുള്ളതിന്റെ ഒരു ഇൻപുട്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങളുടെ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്, അതായത് നിങ്ങൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പം അത് നമ്മൾ മൈനസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. വിഡ്രോ ചെയ്യുന്ന ടൈമിൽ അതൊരു ക്യാഷ് ഇൻഫ്ലോ ആയതുകൊണ്ട് അത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ ഡേറ്റും വെക്കുന്നു. പിന്നെ വേറൊരു കോളത്തിൽ അല്ലെങ്കിൽ വേറൊരു സെല്ലില് ഈ പറഞ്ഞ ഈക്വൽസ് ടു XARR ഇൻ ബ്രാക്കറ്റ് സെലക്ട് ദ കോളംസ്, ഏതാണോ ക്യാഷ് ഫ്ലോ കോളംസ് അതിൽ ആ സെൽസ് സെലക്ട് ചെയ്യുക, പറഞ്ഞ ക്യാഷ് ഫ്ലോ ഡേറ്റിന്റെ കോളം സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അവിടെ കാര്യം തീരും. ഫ്രാക്ഷണൽ ഫോമിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ XARR കിട്ടും. അതിനൊരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അത് പെർസെന്റേജിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതേ രീതിയിൽ എക്സലിൽ കണക്കൂട്ടുമ്പോഴത്തേക്കും ഒരു അഡീഷണൽ വേരിയബിളിന്റെ ആവശ്യമുണ്ട്. അതൊരു ഇന്റേണൽ അൽഗോരിതം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു 0.15 എന്നൊരു വേരിയബിൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക.